ഹായ് ചേട്ടാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇന്നലെ വന്ന പുതിയ താമസക്കാരാണല്ലേ? ദുബായിലാണെന്ന് അറിഞ്ഞു. ഓ, അത് അറിഞ്ഞോ? ദുബായിൽ എന്താ വലിയൊരു ജോലിയാ ഇപ്പൊ ദുബായിൽ എണ്ണപ്പാടത്ത് നിൽക്കുക. എന്താ നോക്കൂത്തിയ? അതല്ല, അവിടുത്തെ മൈനിങ്ങിന്റെ മേഖലയിലെ വർക്ക് ചെയ്യുന്നേന്ന്. അങ്ങനെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ വൈഫും കൊച്ചും. ഭാര്യ നിന്റെ തന്നെയാണ്? എന്റെ കല്യാണം കഴിഞ്ഞ കൊച്ചിനെ നീ ഉണ്ടാക്കിയത്? അല്ലാതെ പിന്നെ ചാറ്റ് GPT ഉണ്ടാക്കി തരും? അതല്ല, നിനക്കത്ര പ്രായമുണ്ട്? 23. ഇത്ര ചെറു പ്രായത്തിലേ? അത് വിട്. ചേട്ടനോട് ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. ചേട്ടനോട് ഈ പടക്കം പൊട്ടിക്കുന്നത് എന്റെ കൊച്ചിന് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് പൊട്ടിക്കരുത്. അതൊന്നും പറ്റാ, ഞാൻ പൊട്ടിക്കും. എന്താ മോനെ ഇവിടെ പ്രശ്നം? അങ്കിളിന്റെ മോൻ പടക്കം പൊട്ടിക്കുന്നത് കാരണം എന്റെ 2 വയസ്സായ പെൺകൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല. നേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോൻ പൊക്കോ. താങ്ക് യു അങ്കിൾ. എന്താലേ ഈ പ്രായത്തില്? പക്ഷെ ഞാൻ പൊട്ടിക്കാതിരിക്കില്ല. അല്ല, നമ്മളോട് അവന്റെ കൽപ്പന. ഞാൻ പൊട്ടിക്കും. അച്ഛൻ വേണം ഇവിടെ. അച്ഛാ, അതൊക്കെ ഇനിയിപ്പോ ഉപ്പ് വിട്ടിട്ട് എന്താ കാര്യം? എന്താ കഴിക്കാൻ വേണ്ടത്? എടാ ചിണ്ടു, നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറ. നടത്തി തന്ന രക്ഷപ്പെട്ടില്ലേ? പറയാതെ എനിക്ക് നല്ല തൊണ്ടവേദന. എടോ, ഇവിടെ ചൂടുള്ള എന്താ ഉള്ളത്? ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുപ്പാ. എന്താ 2 പ്ലേറ്റ് എടുക്കട്ടെ? എന്താ തമാശക്കാ? എന്നാ വേണ്ട കേട്ടോ. തമാശ പറയാനേ ഇവിടെ ചിണ്ടുണ്ട്. വണ്ടി ഞാനാ ഓടിച്ചത്. മിസ്റ്റേക്ക് ഓന്റെ കേട്ടോ. ഓന്റെ വണ്ടിയും പോയി, നല്ല വണ്ടിയും പോയി. വണ്ടി നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാൻ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതായാലും ഗ്രഹത്തിലോട്ട്. കണ്ണാ, പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. പോടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ല. അങ്ങനെ എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാണ്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛന്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പിന് 1,00,000 രൂപ അച്ഛന്റെ കൂട്ടുകാരുടെ നിന്നും മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലീ ശേഖര എവിടെയുള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള. ചെല്ലിപ്പം കണ്ടുപിടിക്കാം. നീ എങ്ങനെടാ മുങ്ങിച്ചാടി? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1ാം തരം എലിവശം അടിച്ചു വെച്ചേക്കുന്നു. ഫ്രൂട്ടി സൈഡ് ആയിരുന്നു. സുജിയേ, കച്ചവടമില്ല. കോഴിയുണ്ടാ? കോഴിയുണ്ട്. നമ്മള് തീറ്റ കിട്ടുമോ? കോഴിയുണ്ടോ? കോഴിയില്ല. തൊലിക്കാനുള്ള കടവറന്ന് വെച്ചേക്കുന്ന നാളത്തെ +1 ക്രിസ്മസ് എക്സാം 2024 ഇംഗ്ലീഷ് പരീക്ഷയിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് അത് ഹസനായിരിക്കും സർ. ശരിയല്ലേ? അപ്പം ഇതാണ് ഉമ്മ. അപ്പം ഉമ്മയുടെ കല്യാണ സമയത്ത് ഉപ്പച്ചി ഉമ്മയൊക്കെ പെണ്ണാണ് വന്നപ്പോ ഉമ്മ എവിടെയായിരുന്നു ഇരുന്നത്? നിങ്ങൾ ഇന്നത്തെ ടാസ്ക് ഇവിടുന്ന് അവിടെ ആദ്യം എത്തുന്ന ജയിക്കും. ലെറ്റ്സ് ഗോ ബോയ്സ്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തുകൂടെ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യമല്ല മാർഗമാണ് പ്രധാനം. മോനെ പോയി മുടി വെട്ടിട്ട് വാടാ. അമ്മ ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടിയതേ ഉള്ളൂ. പോയി വെട്ടിട്ട് വാടാ. കഴിഞ്ഞ ആഴ്ച അമ്മ മുടി വെട്ടി. ഇവിടെയാടാ വെട്ടിയത്. ചുമ്മാ പൈസ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. പോയി നന്നായിട്ട് വെട്ടിട്ട് വാടാ.
അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ് നന്നായിട്ട് വെട്ടിയിട്ട് വരാൻ ഇറങ്ങാ വീട്ടിൽ നിന്ന്. ഇപ്പം ശരിയായ അമ്മ? ഹാ, ഇപ്പഴല്ലേ എന്റെ മോൻ കുട്ടപ്പനായത്. ഇവിടെ ആരുമില്ലേ? ഒരാള് നിൽക്കല്ലേ? അകത്തോട്ട് കയറിക്കോട്ടെ. അതോട്ട് കയറാനാണോ വന്നേ? മോളാള് മിടുക്കിയാണല്ലോ. കൊച്ചു കുട്ടികൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ അപ്പൊ ഓർഡറെ മിടുക്കിയാന്ന് പറഞ്ഞു. എന്നാലും അത് പോട്ടെ. ചേച്ചി ആന്റി വിളിക്കണോ അതോ ആന്റി ചേച്ചി വിളിക്കണോ? ഇഷ്ടമുള്ളത് വിളിച്ചോ. അതന്നെ. ചേച്ചി അകത്തോട്ടോ. ചേച്ചി എവിടെന്നാ വരുന്നത്? ആലപ്പുഴന്ന്. എന്നാ ആലപ്പുഴ ചേച്ചി കയറി വാ. 10ാം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? മനോഹരം. അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജ് അഡ്മിഷൻ എടുത്തപ്പോഴും അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിയസ് മോൻ ഒറ്റ ഒരുത്തനാ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ച മലയാളത്തിൽ പറയണ മച്ചാനെ. പച്ചക്കാണ് ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടു പറടാ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും. സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞു? പോയിട്ട് അടുത്ത വർഷം കാണാന്നല്ലേ. ആ സ്പീക്കറിൽ നിന്നാടാ. അല്ല, എറണാകുളത്തോട്ട് കെട്ടുപൊട്ടിച്ചങ്ങ് പറക്കാതെ. എന്ത് രാത്രി നമ്മൾ മറൈൻ ഡ്രൈവ് പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടി ഉള്ളതിന്റെ പേര് അച്ചില്ലേ? ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് വരും. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോകുന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് ആണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഉറക്കോ രാത്രി കറക്കോ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തിട്ട് തന്ത്രമാണ്. മച്ചാനെ പേപ്പറുണ്ടോ? മനോരമ മാതൃഭൂമി. അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോടാ. അജേഷ് പേപ്പറിന്ന് വെച്ചപ്പോ മനോരമ. എടാ, നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്ലേ? ബാത്റൂമില്. പോടാ. ഓ, നീ പൊളിമൂടല്ല അല്ലേ ബ്രോ? ഏത് മൂഡ്? വെഞ്ഞാറ് മൂട്. പോടാ. എന്താ പ്രശ്നം? എന്താ ഡോക്ടറെ, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതുവരെ ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടായിട്ടില്ല. ഓ, അതാണല്ലേ തന്റെ പ്രശ്നം? അതെ ഡോക്ടർ. താങ്കളുടെ സ്ഥലം പറഞ്ഞു. കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് കൈരൽ നഗർ 110. 110. താങ്കൾ ഈ ഗുളിക ആഹാരത്തിന് ശേഷം കഴിക്കണം. ഇത് കഴിച്ചപ്പോ കുട്ടികളുണ്ടാവില്ലേ? അല്ലല്ല, ഇത് ഉറങ്ങാനുള്ള ടാബ്ലറ്റ്. ഉറക്കഗുളിക കഴിച്ചാൽ എന്തിനാ ഡോക്ടറെ കുട്ടികളുണ്ടാവുന്നത്? അഡ്രസ് ഉണ്ടല്ലോ, നീ ഉറങ്ങാറാണ് ഞാൻ വീട്ടിലോട്ട് വരാം. കുഞ്ഞുങ്ങളൊക്കെ താഴെ വന്നോളൂ. എങ്ങനെയും രക്ഷോട്ട പറ്റത്തുള്ളൂ. പെടൂടാ. വാങ്ങേ 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 വാങ്ങേ. ഇതിങ്ങനല്ലേ? കൈ നോക്കി ഭൂതം പൂച്ചർ പറയും. ചുമ്മാ തട്ടിപ്പ്. നീ വന്നേ. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപ്പെടണില്ല അല്ലേ? എന്തോ ഉണ്ട്. ഗതി പിടിക്കണില്ല. പിടിക്കില്ല, കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തലതെറിച്ച തെണ്ടികളായിട്ടാ വളർന്നോണ്ടിരിക്കുന്നത്. ഇയാൾ ഒറിജിനൽ തന്നെ? അല്ല, ഞാൻ ഫസ്റ്റ് കോപ്പി. ഒറിജിനൽ കടയില്. ഇതേതാ എക്സ്ക്ലമേഷൻ മാർക്ക്? എന്റെ ഉറ്റ കൂട്ടുകാരനാ ബെന്നി. പന്നി. കൈ നീട്ടാ. താ ഹോംവർക്ക് ചെയ്തില്ലേ? അടിക്കണോ? മര്യാദക്ക് നീട്ടാ. ഒരു പെണ്ണ് നല്ല രീതിക്ക് ഊമ്പാവ അമ്പലാക്കിയില്ലേ? അതെ. അതിനുശേഷം അങ്ങ് കുടിച്ചു. ഓ മഹാൻ. പിന്നെ ഞങ്ങളൊക്കെ പ്രേമം പോട്ടപ്പോ സർബത്താണല്ലോ കുടിക്കുന്നത്. പൈപ്പിൽ നിന്ന് വന്ന വെള്ളത്തിന് ഫോഴ്സും ഇല്ല, ബക്കറ്റ് നിറയണില്ല. എന്തൊരു കഷ്ടം ഇത്. ബക്കറ്റിൽ പെട്ടെന്ന് വെള്ളം നിറയാനേ ഒരു ട്രിക്ക് ഉണ്ടച്ചാ. എന്തൊരു ട്രിക്ക്? സുഹൃത്തുക്കളെ, ഉള്ളത് പറയാം. എന്റെ മോന് എന്റെ ബുദ്ധി കിട്ടിയിട്ടില്ല. മധുര മണ്ടൻ. ഇങ്ങനെ ഒഴുകണ കാട്ടി ഇങ്ങനെ പോലെ ഒഴിച്ചാ പോലെ പെട്ടെന്ന് ബക്കറ്റ് നിറയൂലേ? എന്താ പറ്റിയ? ഡോക്ടർ, രാത്രി മുള്ള ഇറങ്ങിയപ്പോ എന്തുകൊണ്ട് പേടി? താഴോട്ട് നോക്കി കാണും. അല്ല, എന്തോ കണ്ടത്?
കുരങ്ങനെ പോലത്തെ എന്തോ കണ്ടെന്ന്. ഡോക്ടറെ എനിക്ക് തോന്നുന്നു ഇവന് ഹല്ലേലൂയ വരുന്നുണ്ട്. പള്ളിക്കടുത്താണോ വീട്? അല്ല ഡോക്ടർ, ഈ കാണാത്ത കാണുന്നു. എടാ ഹല്ലേലൂയ ആലു പൊറോട്ട ഒന്നുമല്ല, ആലുസിനേഷൻ. അത് എന്താ ചിരിക്കുന്ന എന്താ? ആഹാ ഞങ്ങളെ ഞങ്ങൾ ചിരിക്കല്ലോ. നീ ആരാ? എന്താ വീട്ടിലെ പണി വാള് നിനക്കൊന്നും എന്നെ അറിഞ്ഞൂടാ. അത് തന്നെ നീ ആരാ? നീ ഞാൻ പാമ്പാരാ കൊറേ നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല രണ്ടും. ആഹാ ഞങ്ങൾ ഉറങ്ങത്തില്ലേ? പ്രസാദണ്ണ ഇന്ന് രണ്ടോ വരെ വീട്ടിൽ കയറാണ്. ഈ അഴുക്കിരിക്കുന്നുണ്ട അതങ്ങോട്ട് അരച്ചു കഴുകി. ഈ അഴുക്കിരിക്കുന്നോണ്ട് കണ്ടില്ല. അല്ല, ഈ അഴകിരിക്കുന്നോണ്ട് കണ്ടില്ലെന്ന്. പെട്ടെന്ന് അതങ്ങോട്ട് കഴുകുക, എന്നിട്ട് വേണം വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിടാൻ. നീ ഇട്ടാ വാഷിംഗ് മെഷീൻ പിണങ്ങത്തൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ പണം. അതെ, അവന്മാരെന്റെ 2ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടുകാരാ. ഈ 2ാം ക്ലാസ് തൊട്ടാണ് ഇങ്ങനെയുള്ള തൊട്ടി കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത്. അതെ, എനിക്കൊന്ന് പുറത്തു പോണം. പാത്രം കഴുകി തുണി അലക്കിയിട്ട് നമുക്ക് പുറത്തു പോവാം. അതല്ലെന്ന്, എനിക്ക് അവന്മാരായിട്ടൊന്ന് പുറത്തോട്ട് പോണം. പാടില്ല നമ്മളെന്തിനാ കല്യാണം കഴിച്ചത്? അതന്നെ ഞാനും ആലോചിക്കുന്നു. എന്താണ് നിന്റെ പേര്? വീട്ടിലാരൊക്കെ ഉണ്ട്? 5-6 അഞ്ചാറെണ്ണം എന്ന് പറഞ്ഞാ മക്കൾ 5 പാപ്പയും 2 പിന്നെ അല്ല തൽക്കാലം ഇത്രയും മതി. വരട്ടെ.